നിക്കടി അവിടെ. അതെ, ഒരു ദിവസം അവനെ വിളിച്ചില്ലെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞ് വീഴത്തൊന്നുമില്ല. നിന്റെ കെട്ടിയൊന്നുമല്ലല്ലോ അവൻ. ആവശ്യമില്ലാത്ത പ്ലാനും പദ്ധതിയൊന്നും വേണ്ടെന്ന് പണ്ടേ ഞാൻ പറഞ്ഞതാ. എന്നിട്ടിപ്പോ എന്തായി? എന്താ പറഞ്ഞേ? മനസ്സിലായ അത്ര മതി. കേറി പോടി. പോകാൻ. കിച്ചൻ എന്താ വിശേഷം? ഓ, അവനെന്ത് വിശേഷം? പഠിത്തവും കാര്യങ്ങളുമായിട്ട് അങ്ങനെ പോകുന്നു. ഇന്ന് വിളിച്ചപ്പോഴും വാതിരെ അന്വേഷിച്ചു. മിക്കവാറും അടുത്ത ഞായറാഴ്ച ആളിങ്ങെത്തും. അസുഖമൊക്കെ? അസുഖം അല്ല, അസുഖമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതൊക്കെ അപ്പഴേ മാറി. അവനിപ്പോ ഭയങ്കര സന്തോഷത്തിലാ. ശുപ്പാമണി എപ്പോഴാ ഗൾഫിൽ നിന്ന് വരിക? അടുത്ത മാസത്തേക്കെന്നാ പറഞ്ഞത്. ഓഹോ, എന്താ ഗണേശ? അപ്പൊ ഞാനങ്ങോട്ട്. എന്താ നിന്റെ മുഖമൊക്കെ വല്ലാതെ? നീ കാര്യം പറയാതെ ഗണേശ. ശ്രീക്ക് 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 വേറെ കല്യാണാലോചന വന്നു. ശ്രീക്ക് കല്യാണ ആലോചനയോ? വെറുതെ അനാവശ്യം പറയരുത്. അത് പിന്നെ ഞാനിപ്പോ അവിടുന്ന് നീ എങ്ങനെ അറിഞ്ഞു? കിച്ചന്റെ കൂടെ പഠിച്ച രാമേന്ദ്രനില്ലേ, അവന്റെ അച്ഛന്റെ അടുത്ത ജാതക പൊരുത്തം നോക്കാൻ പോയത്. ചിറ്റൂരുള്ള ചെക്കനാ. കിച്ചനാ ഞാൻ. കിച്ച ഞാനാ. കണ്ടു. അത് ഫോൺ ശരിയാക്കും പറഞ്ഞിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വരണ്ട. വേണ്ടാന്ന്. നാളെ രാവിലെ ഞാൻ അവിടെ എത്തും. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇവിടെ ഇറക്കിയാൽ മതി. എടാ സുധിയേ, അങ്ങോട്ട് നോക്ക്. ഇത് പഠിക്കാൻ വന്നതല്ല, പഠിപ്പിക്കാനും വന്നതല്ല. പിന്നെ എന്തിനായിരിക്കും? പോയി ചോദിക്കടാ, ഒരു ജീവിതം വേണോന്ന്. ഹായ്. ഹായ്. ഞാനൊന്ന് പരിചയപ്പെട്ടോട്ടെ. ഈ ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സിന്റെ ക്ലാസ് എവിടെയാ? ഫസ്റ്റ് ഇയർ ഇലക്ട്രോണിക്സ് അവിടെ ആരെ കാണാനാ? കിച്ചൻ കൃഷ്ണകുമാർ, കൽപ്പാത്തിയിലുള്ള. സുധി, നമ്മുടെ കൃഷ്ണകുമാറിനെ തപ്പി ഇറങ്ങിയതാ. എന്തിയടാ അവൻ? അവനിപ്പോ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കാണാൻ കൊള്ളാവുന്ന പെമ്പിള്ളേരെ കണ്ട അവൻ അപ്പ ലിഫ്റ്റ് അടിച്ചോണ്ട് പോകും. ഒരുമാതിരി വൃത്തികെട്ട സ്വഭാവമല്ലേ അവന്റെ. സ്ഥലം പറഞ്ഞെന്നാ മതി, ഞാൻ പോയിക്കോളാം. അങ്ങനെ അങ്ങ് പോയാലോ? പ്രേമ അല്ലേ? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പ്രേമം. എങ്കിൽ ഇപ്പോഴേ മറന്ന മോൾക്ക് കൊള്ളാം. അവന്റെ ആയുസെത്തി. അടുത്ത ഞായറാഴ്ചത്തേക്ക് വെട്ടാൻ നിർത്തിയിരിക്കുക. ബീഫിന് പകരം നല്ല ഒന്നാന്തര അയ്യര്. ലൈബ്രറി നോക്കണമല്ലോ. ശ്രീയല്ലേ? വാ, ഞാൻ തുടച്ചു തരട്ടെ. സുധി, ശ്രീ എന്താ ഇവിടെ? കിച്ചനെ വിളിച്ചു, ഫോൺ എടുക്കില്ല. അതാ ഞാൻ ഇങ്ങോട്ട്. അവൻ വന്നിട്ടില്ല, അളിയന്റെ വീട്ടിലാ. വർഗീസേ, നീ കൂട്ടിക്കൊണ്ട് വയ്ക്കാം. വന്നേ. മാഷേ, ശ്രീദേവി അകത്തുണ്ടല്ലോ അല്ലേ? ഉണ്ട്, അകത്തേക്ക് ഇരിക്കാം. ഇരിക്കാനൊന്നും സമയമില്ല മാഷേ, പോണം. അവിടെ വിളിക്കേ. കല്യാണം തീരുമാനിച്ച പെണ്ണാ. നാട്ടുകാരറിയുമ്പോ വീട്ടിലെത്തിക്കണം. നാട്ടുകാരറിയാൻ പാടില്ലാത്ത ഇവിടെ എന്താണോ നടക്കുന്നത്? മോനെ, അല്ല മാഷേ. ശ്രീനിവാസ, ശ്രീദേവി കിച്ചുവിനുള്ളതാണെന്ന് കുട്ടിക്കാലം മുതലേ അവരെ പറഞ്ഞു പഠിപ്പിച്ചവരാ നമ്മള്. അവര് സന്തോഷത്തോടെ ജീവിക്കുന്നത് സ്വപ്നം കണ്ടവരാ നമ്മള്.
ആ നമ്മൾ തന്നെ അവരെ വേർപിരിക്കണം. എന്റെ മാഷേ, ഇവനോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. കിച്ചൻ നമ്മുടെ പയ്യനല്ലേ. പിന്നെ മാഷിന് ഓർമ്മയുണ്ടാവും, പണ്ട് സിംഗപ്പൂരിൽ നിന്ന് വന്ന അംബിസ്വാമിയുടെ മകൻ വെങ്കിടി ഒക്കെ ഭേദ എന്ന് പറഞ്ഞൊരു പെണ്ണെ കെട്ടിയിട്ട് എന്തായി? കല്യാണം കഴിഞ്ഞ് 21-ാം പക്കം കൽപ്പാത്തിപ്പുഴയിൽ തീർന്നേ. മതി, നിർത്ത്. പറഞ്ഞേ ഉള്ളൂ, അതൊരു ഉദാഹരണമാണല്ലോ. വേണ്ട, താൻ നീ ഒന്നും പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഡോക്ടർ പറഞ്ഞ മാഷും കൂടെ കേട്ടതല്ലേ ഇവന്റെ വട്ടിന് മാറില്ലെന്ന്. ഡോക്ടർ പറഞ്ഞതൊന്നും അറിയിക്കാതിരുന്നത് ആ വക ചിന്തകൾ മനസ്സിൽ കയറിയാൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റാണ്ടാവുമെന്ന് കരുതിയിട്ടാ. മണ്ണും പെണ്ണും പിടിച്ചു വാങ്ങാനുള്ളതല്ല. അതൊക്കെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വയം വന്നു ചേരേണ്ടതാ. എന്നാലേ അനുഭവിക്കാൻ യോഗം ഉണ്ടാവൂ. അവളെ അങ്ങോട്ട് ഇറക്കി വിടുന്നുണ്ടോ? ഞങ്ങക്ക് പോണം. സന്ധ്യക്കുമ്പോ വീട്ടിലെത്തേണ്ടതാ. സ്നേഹിക്കാൻ ഒരു ഭാഗ്യം, ഒരുമിച്ച് ജീവിക്കാൻ വേറൊരു ഭാഗ്യം. ഇതിലാദ്യത്തേതേ നമുക്ക് വിധിച്ചിട്ടുള്ളൂ. എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പോവില്ല. ശ്രീ, ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ട് എന്ത് ധൈര്യത്തിലാണ് ഞാൻ നിന്നെ പിടിച്ച് കൂടെ നിർത്തുക? എനിക്ക് എപ്പോഴാ എന്താ സംഭവിക്കാന്ന് ആർക്കാ പറയാൻ പറ്റുക? നീ പോണം, നിന്റെ അപ്പയുടെ ആഗ്രഹം പോലെ എല്ലാം സമ്മതിക്കണം. അതിനിടെ ഞാൻ ഉണ്ടാവരുത്. കിച്ചേട്ടാ. ശ്രീ.